ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. രാവിലെ തന്നെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുന്നു. ഇത് ജലദോഷത്തിൻ്റെ. അതിന് ഗോതമ്പൊടി വെച്ച് ഇച്ചിരി ഇലയപ്പം ഉണ്ടാക്കാൻ ഇതാണ്ട് വെള്ളം തിളച്ചത് ഓഫാക്കട്ടെ. കുടിക്കാൻ ഇച്ചിരി വെള്ളം വെച്ചായിരുന്നു. ഇലയപ്പം എല്ലാം പരത്തി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇച്ചിരി ചമ്മന്തിക്ക് കടുക് വറുക്കാമെന്ന് വിചാരിച്ച് രാവിലെ ഇച്ചിരി ദോശയുടെ മാവ് ഇരിപ്പുണ്ട്, ദോശയും ചൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചമ്മന്തിക്ക് കടുകും വറുത്ത് ഒരു സൈഡിൽ പിന്നെ ദോശയും കൂടി വെച്ച് ദോശയും കൂടി ചുട്ടിട്ട് അതിൻ്റെ കൂടെ ഓംപ്ലേറ്റും കൂടി അടിക്കാമെന്ന് വിചാരിച്ച് ദോശയുടെ കൂടെ കഴിക്കാം. പിന്നെ ഉഴുക്കട്ടിക്കും കൂടി അപ്പുറത്തോട്ട് കടുക് വറുത്ത് അതും കൂടി വെച്ച് അതിനകത്ത് ഇച്ചിരി ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി അങ്ങ് വെച്ച് അതിച്ച് തേങ്ങയും കൂടി ഇട്ടാൽ ഉഴുക്കട്ടിയായി. ഇപ്പുറത്തോട്ട് വെറുംപുളിയും കൂടി ഇച്ചിരി വെക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടമുളകും വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് വറുത്തിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചപ്പോൾ വെറും പുളിയായി. ഇന്ന് മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇച്ചിരി ഉലുവാച്ചിരിപ്പുണ്ട് ഉണക്ക, അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടി വറുക്കാമെന്ന് വിചാരിച്ച്. അന്നേരത്തിന് ഇച്ചിരി ഉപ്പിലിട്ട മാങ്ങ ഇരിപ്പുണ്ടെന്ന് അതും ചുമന്നുള്ളി, പച്ചമുളക്, തേങ്ങയിട്ട് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, അന്നേരത്തിന് കറണ്ടും അങ്ങ് പോയി. അന്നേരം ഞാൻ ഉലുവച്ചി അങ്ങ് വറക്കാനും വെച്ച് ഉഴുക്കട്ടി വെച്ച് ചോറ് വെച്ച് വെറുംപുളി വെച്ച് ഇന്നലത്തെ കരളി ഇരിപ്പുണ്ട്. പിന്നെ ചമ്മന്തിക്ക് ഇനി കറണ്ട് വന്നാലേ അരയ്ക്കാൻ നോക്കും. പിന്നെ ഇലയപ്പം ഉണ്ടാക്കി, ദോശയും ചമ്മന്തി ഉണ്ടാക്കി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.